നമസ്കാരം. ഒരു ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുമ്പോൾ ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇന്നത്തെ ന്യൂസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് മൂന്ന് ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. ഇന്നത്തെ ന്യൂസ് പേപ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ബിസിനസ് ലൈൻ മാഗസിൻ ആയാലും ഹിന്ദു ന്യൂസ് പേപ്പർ നോക്കുകയാണെങ്കിലും ഏറെക്കുറെ ആർട്ടിക്കിൾസ് ഒക്കെ തന്നെ US പ്രസിഡന്റ് ഇലക്ഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ബിക്കോസ് ട്രംപ് കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ US പ്രസിഡന്റ് ആയിട്ട് അധികാരം ഏറ്റിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം അദ്ദേഹം ഈ പറഞ്ഞ പോലെ അധികാരം ഏറ്റ ദിവസം തന്നെ ഏകദേശം 200ഓളം എക്സിക്യൂട്ടീവ് ഓർഡേഴ്സിനാണ് അദ്ദേഹം ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു ഉത്തരവിനെ കുറിച്ച് മീൻസ് ഈ പറഞ്ഞ പോലെ അമേരിക്കയുടെ ഇനി അങ്ങോട്ടേക്കുള്ള മീൻസ് അമേരിക്കയുടെ നീക്കങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ മൾട്ടിപ്ലി വന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഇതിനകത്ത് എടുത്തിട്ടില്ല. നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് കൂടുതലും ആവശ്യമുള്ള ആർട്ടിക്കിൾസ് മാത്രമാണ് ഞാൻ ഡീൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇന്ന് ഈ ഒരു ആർട്ടിക്കിൾസ് നോക്കുവാണെങ്കിൽ ഏകദേശം അതിനകത്തെ ആർട്ടിക്കിൾസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ആണെങ്കിൽ പോലും അതിനകത്ത് ഏറെക്കുറെ ഈ പറഞ്ഞ പോലെ US റിലേറ്റഡ് ഉള്ള ആർട്ടിക്കിളാണ്. മെയിൻലി ഈ പറഞ്ഞ പോലെ ഒരു ആർട്ടിക്കിൾ മാത്രമാണ് ആ ഒരു US നിന്ന് മാറി നിൽക്കുന്ന ഒരു ആർട്ടിക്കിൾ ഉള്ളതും ടെക്നോളജിയുടെ പെർസ്പെക്റ്റീവ് ഉള്ളതും ആണ്. മൂന്നാമത്തെ ആർട്ടിക്കിൾ സ്ക്രാംജെറ്റ് എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട്. ബാക്കി ഈ പറഞ്ഞ ഒന്നാമത്തെ ആർട്ടിക്കിൾ ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ട് ആർട്ടിക്കിൾ കമ്പൈൻ ചെയ്ത് എടുത്തിരിക്കുകയാണ്. US വിഡ്രോസ് ഫ്രം WHO മീൻസ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആൻഡ് പാരീസ് ക്ലൈമറ്റ് അഗ്രിമെന്റ്. ഈ രണ്ട് പ്രധാനപ്പെട്ട ഈ പറഞ്ഞ പോലെ ഒന്ന് ഈ പറഞ്ഞ പോലെ ഓർഗനൈസേഷനും രണ്ട് പ്രധാനപ്പെട്ട ഒരു എഗ്രിമെന്റുമാണ്. ഇത് രണ്ടിൽ നിന്നും ഈ പറഞ്ഞ പോലെ അമേരിക്ക പിന്മാറുന്നു എന്നുള്ള രീതിയിലേക്കും ഉത്തരവ് വന്നിട്ടുണ്ട്. മീൻസ് ട്രംപ് ഈ പറഞ്ഞ പോലെ അധികാരം ഏറ്റു കഴിഞ്ഞ് മീൻസ് എക്സിക്യൂട്ടീവ് ഓർഡർ സൈൻ ചെയ്ത എക്സിക്യൂട്ടീവ് ഓർഡേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഓർഡറും ഈ രണ്ടെണ്ണമായിരുന്നു. അപ്പൊ അത് എങ്ങനെയൊക്കെയാണ് ഇമ്പാക്റ്റുകൾ, അമേരിക്കയുടെ ആ ഒരു വിഡ്രോവൽ എന്തൊക്കെ ഇമ്പാക്റ്റുകൾ ഒരുപക്ഷെ ഉണ്ടാക്കിയേക്കാം എന്നുള്ളതാണ് ആ ഒരു ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ആർട്ടിക്കിൾ അമേരിക്കൻ സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അമേരിക്കൻ ഇനി മുതൽ ഈ പറഞ്ഞ പോലെ US സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത് വഴി കിട്ടുന്ന ഈ പറഞ്ഞ പോലെ അതിനകത്ത് ബൈ ബർത്ത് എന്ന് പറയുമ്പോഴേക്കും ക്ലാരിറ്റി ഒന്ന് ഓർത്തിരുന്നേക്കാം. നോർമലി നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഈ പറഞ്ഞ പോലെ അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷൻസിനെ കുറിച്ച് പറഞ്ഞപ്പോഴേക്കും നോർമലി ബൈ ബർത്ത് ആയിട്ടുള്ള ഒരാൾക്കാണ് അമേരിക്കയിൽ ഈ പറഞ്ഞ പോലെ സിറ്റിസൺഷിപ്പ് ആയിട്ട് കിട്ടും, മീൻസ് പ്രസിഡന്റ്ഷിപ്പിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നത്. അതിലേക്ക് ഈ പറഞ്ഞ പോലെ യഥാർത്ഥത്തിൽ അമേരിക്കയിലെ മൂന്ന് രീതിയിൽ നമുക്കൊരു സിറ്റിസൺഷിപ്പ് കിട്ടാം. ബൈ ബർത്ത് കിട്ടാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അമേരിക്കയുടെ സിറ്റിസൺ ആയിട്ടുള്ള ഒരാൾ പുറത്ത് പോകുമ്പോഴേക്കുമാണ് ഈ പറഞ്ഞ പോലെ മീൻസ് വേറൊരു രാജ്യത്ത് നിന്നാണ് കുട്ടിക്ക് ജന്മം നൽകുന്നതെങ്കിൽ ആ കുട്ടി ഓട്ടോമാറ്റിക്കലി അമേരിക്കൻ സിറ്റിസൺ ആയി മാറും. അതുപോലെ തന്നെ ബൈ രജിസ്ട്രേഷനുമായിട്ട് ഈ മൂന്ന് രീതിയിലാണ് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് നമുക്ക് അക്വയർ ചെയ്യാൻ സാധിക്കുന്നത്. അതിനകത്ത് ബൈ ബർത്തിന്റെ ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ ആണ് ഇപ്പോൾ, മീൻസ് ഒരു രീതിയിൽ അക്വയർ ചെയ്യുന്ന ആ ഒരു ബർത്ത് എന്നുള്ള ആ ഒരു സിറ്റിസൺഷിപ്പ് ഈ പറഞ്ഞ പോലെ നിർത്താൻ പോകുന്നു എന്നുള്ളതാണ് ആ ആർട്ടിക്കിളിനകത്ത് വന്നിരിക്കുന്നത്. എന്താണെന്നുള്ള വിശദമായിട്ട് നമുക്ക് ആ ഒരു ആർട്ടിക്കിൾ പഠിക്കാൻ മനസ്സിലാക്കാൻ പറ്റും. ദെൻ മൂന്നാമത്തെ ഞാൻ പറഞ്ഞ പോലെ ടെക്നോളജി റിലേറ്റഡ് ആയിട്ട് സ്ക്രാംജെറ്റ് എഞ്ചിനെ കുറിച്ചിട്ടാണ് വാർത്ത വന്നിരിക്കുന്നത്. ഈ മൂന്ന് ആർട്ടിക്കിൾസ് നമുക്ക് വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഒരു പ്രിലിംസിനെ MCQ സോൾവ് ചെയ്തിരിക്കുന്ന സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. നമുക്ക് ടൈം കളയാണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ ആണ് ട്രംപ് റിട്ടേൺസ് ടു വൈറ്റ് ഹൗസ് എന്നുള്ള ആർട്ടിക്കിൾ ഹെഡ്ലൈൻ വരുന്നത്. അതിന്റെ അകത്ത് രണ്ട് സബ് ആയിട്ടുള്ള പോയിന്റ് ആണ് വിഡ്രോസ് ഫ്രം WHO ആൻഡ് സെക്കൻഡ് വൺ ഇസ് എക്സിറ്റ്സ് ദ പാരീസ് അഗ്രിമെന്റ് ബട്ട് മേ നോട്ട് ഡീറെയിൽ ഗ്ലോബൽ ക്ലൈമറ്റ് ആക്ഷൻ എന്നുള്ള ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ആദ്യം നമ്മൾ ഈ പറഞ്ഞ പോലെ WHO ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആയിരിക്കും ആദ്യം എടുക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ പറഞ്ഞ പോലെ പാരീസ് ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സോ എന്തായാലും നമുക്ക് ആദ്യം തന്നെ WHO കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം, ബിക്കോസ് ഇതൊക്കെ നമുക്ക് പ്രിലിംസിന് ആവശ്യമായിട്ട് മാറിയേക്കാം. സോ WHO എന്ന് പറയുന്നത് നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്ര സഭയുടെ ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസി എന്നുള്ള കാര്യം ഓർക്കുക. ആൻഡ് ദാറ്റ് ടു എസ്റ്റാബ്ലിഷ് 1948 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദാറ്റ് കണക്ട്സ് നേഷൻസ്, പാർട്ട്നേഴ്സ് ആൻഡ് പീപ്പിൾ ടു പ്രൊമോട്ട് ഹെൽത്ത്, കീപ് ദ വേൾഡ് സേഫ് ആൻഡ് സെർവ് ദ വൾണറബിൾ. സോ എവ്രിവൺ എവ്രിവെയർ ക്യാൻ അറ്റൈൻ ദ ഹയസ്റ്റ് ലെവൽ ഓഫ് ഹെൽത്ത്. അപ്പം ആരോഗ്യം, ലോകത്തിലെ ആരോഗ്യം ഈ പറഞ്ഞ പോലെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ WHOയുടെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് WHO ഇതിനുള്ള പ്രിലിംസിനൊക്കെ ചോദ്യം വരാൻ ചാൻസ് ഉള്ളത് ഈ രീതിയിലായിരിക്കും. വിച്ച് ഓഫ് ദ എമോങ് ഗിവൺ ഫോളോയിങ് ആർ ദ WHO's മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന രീതിയിൽ ചോദിച്ചേക്കാം. അതുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പാകത്തിൽ ഓർത്തിരുന്നേക്കാം. മീൻസ് എല്ലാം തന്നെ ഹെൽത്തുമായിട്ട് കണക്റ്റഡ് ആണെന്നുള്ള ഒരു കാര്യം മൈൻഡിൽ വെച്ചാൽ മതി. സോ ഫസ്റ്റ് പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു എക്സ്പാൻഡ് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ്. ലോകത്തുള്ള എല്ലാ ആളുകൾക്കും ഈ പറഞ്ഞ കൃത്യമായിട്ടുള്ള ആരോഗ്യ പരിപാലനം കിട്ടാനായിട്ട് സാധിക്കണം. രണ്ടാമത് ഫോക്കസ് ഓൺ ദ ഏരിയസ് ഓഫ് ഡിസീസ് പ്രിവെൻഷൻ, കൺട്രോൾ ആൻഡ് എലിമിനേഷൻ ആൻഡ് ദ പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് വെൽബീങ്. ഇപ്പം ഒരു സിമ്പിൾ ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ കോവിഡിന്റെ പാൻഡമിക് വന്നു കഴിഞ്ഞപ്പോഴും ലോകമെമ്പാടുള്ള ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ഓരോരോ ഗവൺമെന്റുകൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം നിർദ്ദേശങ്ങൾ നൽകിയൊക്കെ തന്നെ ചെയ്തതിനെ കോർഡിനേറ്റ് ചെയ്യാനായിട്ടും WHO മുൻപന്തിയിലുണ്ടായിരുന്നു. ബിക്കോസ് ഡിസീസ് പ്രിവെൻഷൻ, കൺട്രോൾ ആൻഡ് എലിമിനേഷൻ, പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് വെൽബീങ് എന്ന് പറയുന്നതും WHOയുടെ ഒരു ഒബ്ജക്റ്റീവ് തന്നെയാണ്. ദെൻ പ്രൊവൈഡ് ലീഡർഷിപ്പ് ഓൺ ഗ്ലോബൽ ഹെൽത്ത് ഇഷ്യൂസ്. ഇപ്പൊ കോവിഡിന്റെ എക്സാമ്പിൾ നമുക്ക് ഇവിടെ എടുക്കാം. പ്രൊവൈഡ് leadership on global health issues, set standards for public health, and provide technical assistance and support to countries for that well-being. Okay. ഇനി നാലാമത്തെ ഒരു പോയിന്റ് പറയുവാണെങ്കിൽ collaborate with various partners including other US agencies, governments, organizations and the private sector. ഇവരെല്ലാവരുമായിട്ട് ചേർന്നിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ഹെൽത്ത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നടത്തുക എന്നുള്ളതും WHOയുടെ ഒബ്ജക്റ്റീവ് തന്നെയാണ്. ഇതിനകത്ത് നിലവിൽ പറയുവാണെങ്കിൽ എന്തുകൊണ്ടാണ് WHO പോലുള്ള ഇത്രത്തോളം പ്രധാനപ്പെട്ട ഒരു സംഘടനയിൽ നിന്നും US പിന്മാറുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ട്രംപിന്റെ ഒരു ഇതിനു മുമ്പത്തെ ടേമിൽ
ജോ ബൈഡൻ, അതിനു മുമ്പ് ഈ പറഞ്ഞ വീണ്ടും ട്രംപ് ആയിരുന്നല്ലോ. ആ ഒരു കാലയളവിൽ തന്നെ ഇവർ WHO നിന്ന് മാറുന്നു എന്നുള്ള രീതിയിലേക്ക് തീരുമാനം എടുത്താണ്. ബിക്കോസ് ആ ഒരു ടൈമിൽ, ഇതിന് മുമ്പത്തെ ട്രംപിന്റെ ആ ഒരു കാലയളവിലാണ് കോവിഡ് പാൻഡമിക് ഉണ്ടാകുന്നതും. ആ ടൈമിൽ ഈ പറഞ്ഞ പോലെ WHO ഇതിനകത്ത് കുറേ കൂടെ ചൈന സെൻട്രിക് ആയിട്ട് പെർഫോം ചെയ്തു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ യഥാർത്ഥത്തിൽ കോവിഡിന്റെ ഉറവിടം എവിടെ നിന്നാണെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് WHO സാധിച്ചില്ല എന്നുള്ള രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടാണ് അന്ന് ആ ടൈമിൽ തന്നെ ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ WHO നിന്ന് പിന്മാറും എന്നുള്ള കാര്യം. അതിലേക്കുള്ള ചുവടുവെപ്പ് എന്ന നിലയിലാണ് അന്ന് പക്ഷേ ആ ഒരു ടൈം പീരീഡ് അദ്ദേഹത്തിന്റെ ആ ഒരു ടെന്യൂർ 4 years ആണല്ലോ അമേരിക്കയിലെ ഒരു സർക്കാരിന്റെ കാലയളവ് എന്ന് പറയുന്നത്. ആ ഒരു ടെന്യൂർ അവസാനിക്കാറായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്ന് നടക്കാതെ പോയതും. ഇന്നിപ്പോൾ അദ്ദേഹം വീണ്ടും അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ചെയ്ത ആദ്യ നടപടികളിലൊന്നും ഇത് തന്നെയാണ്. WHO നിന്ന് താൻ പിന്മാറുന്നത്, തന്റെ രാഷ്ട്രം US പിന്മാറുന്നു എന്നുള്ളതാണ് അദ്ദേഹം എടുത്ത ആദ്യ നിലപാടുകളിൽ ഒന്നെന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ഈ പറഞ്ഞ പോലെ ഇമ്പാക്റ്റുകൾ എന്താന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. അതാണ് നമുക്ക് മെയിൻലി ആവശ്യമുള്ളത്. ഇങ്ങനെ പ്രധാനപ്പെട്ട രാജ്യമായി US നിന്ന് പിന്മാറുമ്പോഴേക്കും ഈ ഒബ്ജക്റ്റീവ് തന്നെ നടക്കാതെ വന്നേക്കാം ഈ WHO. ബിക്കോസ് WHO പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണ്? ഡിസീസ് പ്രിവെൻഷൻ എന്നുള്ള കാര്യമൊക്കെയാണ് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമുക്കറിയാം ഇന്നത്തെ ഈ ലോകത്ത് എന്ന് പറഞ്ഞാൽ ഗ്ലോബലൈസേഷൻ ആണ്. ആളുകൾ ഈ പറഞ്ഞ ഒരു രാജ്യത്തല്ല നിൽക്കുന്നത്. ഇപ്പം ഇന്നിപ്പോൾ ഇന്ത്യയിലുള്ള ഒരു വ്യക്തി പോലും ചിലപ്പോൾ നാളെ ജോലിയുടെ ആവശ്യമായിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയേക്കാം, അല്ലെങ്കിൽ അവിടുന്ന് വേറൊരു രാജ്യങ്ങളിലേക്ക് പോയേക്കാം. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ പോലെ രാജ്യങ്ങൾ തമ്മിൽ ഒരു ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത്, ലോകത്തുള്ളത്. ആ ഒരു ഗ്ലോബലൈസേഷൻ ഫിനോമിനൽ ഡിസീസ് പോലും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പകരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ കോവിഡ് പോലും ഉത്ഭവിച്ചത് ചൈനയിലാണെങ്കിൽ പോലും മറ്റ് രാജ്യങ്ങളിലെല്ലാം തന്നെ അത് പടർന്നത് ഈ പീപ്പിൾ മൂവ്മെന്റ് കാരണം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നാളെ അമേരിക്കയിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു അസുഖം, ഒരു ഡിസീസ്, ഒരു വൈറൽ ഡിസീസ് പുറപ്പെട്ടു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു കോർഡിനേറ്റഡ് അപ്രോച്ച് വേണം. അത് അമേരിക്കയെ കൊണ്ട് മാത്രം ഒരുപക്ഷെ പിടിച്ചു നിർത്താൻ പറ്റിയേക്കത്തില്ല. ബിക്കോസ് അമേരിക്ക എന്ന് പറയുമ്പോഴും അതൊരു ഓപ്പൺ എക്കണോമിയാണ്. ഒരുപാട് രാജ്യത്തു നിന്നുള്ള ആളുകൾ അവിടെ വന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒരു കോർഡിനേറ്റഡ് രീതിയിൽ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ വീണ്ടും ഇതുപോലുള്ള പാൻഡമിക്കുകളൊക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വളരെ ഒരു ഓപ്പൺ എക്കണോമി ഞാൻ പറയാൻ കാരണം വേറൊന്നുമല്ല, പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്ന് താമസിക്കുകയും അല്ലെങ്കിൽ ജോലി ചെയ്യുകയും ഒക്കെ തന്നെ, അല്ലെങ്കിൽ ടൂറിസം പർപ്പസിനായിട്ടും ഒക്കെ തന്നെ ചെല്ലുന്ന ഒരു രാജ്യമാണ് നമ്മുടെ അമേരിക്ക, US എന്ന് പറയുമ്പോഴേക്കും. അപ്പൊ അവിടത്തിന് കൃത്യമായിട്ട് WHO റോൾ ഉണ്ട് ആ രാജ്യത്തിന്. ബിക്കോസ് അത്രയും വലിയൊരു എക്കണോമിക്കൽ ആയിട്ടുള്ള രാജ്യമായതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും ഈ പറഞ്ഞ കോർഡിനേറ്റഡ് ആയിട്ട് WHO പോകുന്നതിലേക്ക് നമ്മുടെ US ഈ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്. അപ്പോൾ US ഈ പിന്മാറ്റം ഈ ഒരു WHO നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ഒബ്ജക്റ്റീവ് ഏരിയാസ് ഓഫ് ഡിസീസ് പ്രിവെൻഷനും ആ മേഖലയിലുള്ള WHO ഫോക്കസിനെ ഈ പറഞ്ഞ പോലെ ഇമ്പാക്ട് ചെയ്യിക്കാനായിട്ടുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഇമ്പാക്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇതിനകത്ത് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ WHO എന്ന് അറിഞ്ഞിരിക്കണം. എസ്പെഷ്യലി ഈ പറഞ്ഞ WHO ഒബ്ജക്റ്റീവ് നമ്മൾ പഠിച്ചു. ഇനി WHO ഗവേണൻസ് സ്ട്രക്ചർ കൂടെ അറിഞ്ഞിരിക്കണം. WHO മൊത്തത്തിൽ പറയുകയാണ് 194 മെമ്പർ സ്റ്റേറ്റ്സ് ഉണ്ട്. ഓക്കെ, 194 മെമ്പർ സ്റ്റേറ്റ്സ് ഉണ്ട്. UN മെമ്പേഴ്സ് കൺട്രീസ് എല്ലാം ഇതിനകത്തുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. ദെൻ അതേ സ്ഥാനത്ത് ഈ പറഞ്ഞ പോലെ WHO പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ഉണ്ട്. ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡി എന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് അസംബ്ലി ആണ്. ഓക്കെ, സോ ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡി WHO ഏതാണ്? വേൾഡ് ഹെൽത്ത് അസംബ്ലി ആണ്. ഇറ്റ് കംപ്രൈസസ് റെപ്രസെന്റേറ്റീവ്സ് ഫ്രോം ഓൾ മെമ്പർ സ്റ്റേറ്റ്സ്. എല്ലാ മെമ്പർ രാജ്യങ്ങളിൽ നിന്നുമുള്ള അംഗങ്ങൾ എവിടെയുണ്ട്? വേൾഡ് ഹെൽത്ത് അസംബ്ലിയിലുണ്ടെന്നുള്ള കാര്യം ഓർക്കാം. ഇവരാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത്. ആൻഡ് ഈ പറഞ്ഞ പോലെ പ്രിലിംസിന് വേണ്ടിയിട്ട് റീജിയണൽ ഓഫീസ് അറിഞ്ഞിരിക്കണം. WHO റീജിയണൽ ഓഫീസുകൾ പ്രധാനമായിട്ട് 6 റീജിയണൽ ഓഫീസ് ഉണ്ട്, 6 റീജിയണൽ ഓഫീസ് ഉണ്ട്. ഇൻ ആഫ്രിക്ക, അമേരിക്കാസ്, ദെൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ, യൂറോപ്പ്, ഈസ്റ്റേൺ മെഡിറ്ററേനിയൻ ആൻഡ് വെസ്റ്റേൺ പസഫിക്. ഇവിടങ്ങളിലായിട്ടാണ് 6 WHO റീജിയണൽ ഓഫീസുകൾ ഉള്ളത്. ഇവിടങ്ങളിൽ കേന്ദ്രീകരിച്ചായിരിക്കും പ്രധാനമായിട്ടും ഈ പറഞ്ഞ മീറ്റിങ്ങുകളും കാര്യങ്ങളെല്ലാം തന്നെ WHO കണ്ടക്ട് ചെയ്യുന്നു. WHO ആനുവലി മീറ്റ് ചെയ്യുമെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കാം. പോയിന്റുകളൊക്കെ നമുക്ക് പ്രിലിംസിന് ആവശ്യമായിട്ട് മാറിയേക്കാവുന്നതാണ്. ദെൻ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷൻ തീർച്ചയായിട്ടും ഫണ്ടിന്റെ ആവശ്യമുണ്ട്. എങ്ങനെയൊക്കെയാണ് WHO ഫണ്ട് കിട്ടാൻ പറ്റുന്നത് എന്നുള്ളത് പ്രധാനമായിട്ട് ടു മെയിൻ സോഴ്സസ് ആണ്. ഒന്ന് അസസ്ഡ് കോൺട്രിബ്യൂഷൻ. അസസ്ഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് WHO അംഗത്വം കിട്ടിക്കഴിയുമ്പോഴേക്കും നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കേണ്ട ഒരു കോൺട്രിബ്യൂഷൻ ലെവി ഉണ്ട്. അത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ മെമ്പർ കൺട്രീസ് കൊടുക്കുന്നതാണ്. ദീസ് ആർ ദ ഡ്യൂസ് കൺട്രീസ് പേ ഇൻ ഓർഡർ ടു ബി മെമ്പർ ഓഫ് ദ ഓർഗനൈസേഷൻ. രണ്ടാമതാണ് വോളണ്ടറി കോൺട്രിബ്യൂഷൻസ്. ഇത് കൂടാതെ, അതായത് അസസ്ഡ് കോൺട്രിബ്യൂഷന് പുറമെ വേണമെങ്കിൽ രാജ്യങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം WHO. അതാണ് വോളണ്ടറി കോൺട്രിബ്യൂഷൻസ്. ഈ രണ്ട് മേഖലകളിലും പ്രധാനമായിട്ടും പറയുവാണെങ്കിൽ ഒരു മേജർ കോൺട്രിബ്യൂട്ടർ ആയിരുന്നു US. അപ്പോൾ US പിന്മാറ്റം WHO ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഡിസീസ് കൺട്രോളിനെയും ബാധിച്ചേക്കാം, WHO ഈ പറഞ്ഞ പോലെ ഫണ്ടിങ്ങിനെയും കൃത്യമായിട്ട് ബാധിക്കാനായിട്ടുള്ള ചാൻസ് നമുക്കിവിടെ തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട ഇമ്പാക്ട് US വിഡ്രോവൽ മൂലം WHO ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ദെൻ ഈ പറഞ്ഞ പോലെ പാരീസ് ക്ലൈമറ്റ് അഗ്രിമെന്റിൽ നിന്നും US പിന്മാറുന്നു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. പിന്മാറാൻ പോവുകയാണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രംപ് ഗവൺമെന്റ് കാലഘട്ടത്തിൽ എടുത്തൊരു തീരുമാനമാണ്. എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബിഫോർ ദാറ്റ് പാരീസ് അഗ്രിമെന്റിനെ കുറിച്ച് ജസ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കാം. സോ പാരീസ് അഗ്രിമെന്റ് മെയിൻലി 2015 വന്നത്.
2015 COP21 കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 21 വെച്ചിട്ടാണ്, പാരീസിൽ വെച്ചിട്ടാണ് നടന്ന ഒരു കോൺഫറൻസ് ആയിരുന്നു, ക്ലൈമറ്റ് കോൺഫറൻസ് ആണ്. അവിടെ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു എഗ്രിമെന്റ് നമ്മൾ സൈൻ ചെയ്യുന്നത്. ഈ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്ത് 2015 ഇത് നിലവിൽ വന്ന് ഫോഴ്സിലേക്ക് നിലവിൽ എൻ്റർ ഇൻ ടു ഫോഴ്സ് വന്ന് നവംബർ 2016 ആഫ്റ്റർ ഈ പറഞ്ഞ 55ഓളം രാജ്യങ്ങൾ ഇതിനെ സൈൻ ചെയ്ത് റാറ്റിഫൈ ചെയ്തതിന് ശേഷമാണ് ഈ പറഞ്ഞ 2016 നവംബറിൽ ഇത് നിലവിൽ വരുന്നത്, ഫോഴ്സിലേക്ക് വരുന്നത്. നിലവിൽ പറയുകയാണെങ്കിൽ ആസ് ഓഫ് 2019 എടുക്കുമ്പോഴേക്കും 195 രാജ്യങ്ങൾ ഇതിന്റെ സിഗ്നേറ്ററീസ് ആയിട്ടുണ്ടെന്നുള്ള കാര്യം നോക്കാം. അതിൽ എല്ലാ സൈൻ ചെയ്ത രാജ്യങ്ങൾ എല്ലാവരും സൈൻ ചെയ്തിട്ട് മീൻസ് റാറ്റിഫൈ ചെയ്തിട്ടില്ല. സൈൻ ചെയ്ത് കഴിഞ്ഞ് ഇതിലെ പ്രൊവിഷൻസ് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, നമ്മളൊരു ഡിക്ലറേഷൻ നടത്തുമ്പോഴാണ് റാറ്റിഫിക്കേഷൻ കൂടി ആകുന്നത്. അപ്പോൾ 195 രാജ്യങ്ങൾ ഇത് സൈൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതിൽ 180+ രാജ്യങ്ങളാണ് ഇത് റാറ്റിഫൈ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്ത്യ സൈൻ ചെയ്തിട്ടുണ്ട്, റാറ്റിഫൈ ചെയ്തിട്ടുണ്ട്. 2016 തന്നെ ഇന്ത്യ പാരീസ് ക്ലൈമറ്റ് അഗ്രിമെന്റ് സൈൻ ചെയ്യുകയും റാറ്റിഫൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം പ്രിലിംസിന് വേണ്ടിയിട്ട് ഓർത്തിരുന്നേക്കാം. ഇനി ഇവിടെ ഈ ഒരു പാരീസ് അഗ്രിമെന്റിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു കീപ് വെൽ ബിലോ 2 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് ഗ്ലോബൽ വാർമിംഗിന്റെ ലെവൽ ഈ പറഞ്ഞ പോലെ 2 ഡിഗ്രി സെൽഷ്യസിനെയും താഴത്തേക്ക് പിടിക്കുക. കമ്പയർഡ് ടു പ്രീ ഇൻഡസ്ട്രിയൽ ലെവൽസിനെ അപേക്ഷിച്ച് 2 ഡിഗ്രി സെൽഷ്യസ് താഴത്തേക്ക് പിടിക്കാം. പരമാവധി ഈ പറഞ്ഞ പോലെ 1.5 ഡിഗ്രി സെൽഷ്യസ് പിടിക്കണം എന്നാണ് പറയുന്നത്. അതിന് 2 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും ആക്കാൻ പറ്റുവാണെങ്കിൽ നല്ലത് എന്നുള്ളതാണ് ഈ ഒരു പാരീസ് ക്ലൈമറ്റ് അഗ്രിമെന്റിനകത്ത് പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് 2020 ആകുമ്പോഴേക്കും, ഇത് 2015 അഗ്രിമെന്റ് സൈൻ ചെയ്ത് പറഞ്ഞതാണ്, 2020 ആകുമ്പോഴേക്കും ഡെവലപ്ഡ് കൺട്രീസ്, ബിക്കോസ് ഡെവലപ്ഡ് കൺട്രീസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ പൊല്യൂഷനും പ്രധാനമായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതും. ആ ഡെവലപ്ഡ് കൺട്രീസ് 2020 ആകുമ്പോഴേക്കും ഓരോ വർഷവും ഈ പറഞ്ഞ $100 ബില്യൺ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കണം ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ തടയാനായിട്ട്. എസ്പെഷ്യലി ഡെവലപ്പിംഗ് ഡെവലപ്ഡ് ലീസ്റ്റ് ഡെവലപ്ഡ് രാജ്യങ്ങൾക്കൊക്കെ തന്നെ, എസ്പെഷ്യലി ഇത്തരത്തിൽ ക്ലൈമറ്റ് വൾണറബിലിറ്റീസ് നേരിടുന്ന രാജ്യങ്ങൾക്ക്, ഐലൻഡ് നേഷൻസ്, ഇവർക്കൊക്കെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചിനെതിരായിട്ട് പൊരുതാനായിട്ട്, മീൻസ് പോരാടാനായിട്ട് ഈ ഒരു $100 ബില്യൺ കൊടുക്കണം എന്നുള്ളതും ഈ ഒരു എഗ്രിമെന്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് ആണ് US-ന് ഈ പറഞ്ഞ പോലെ ദേഷ്യം പിടിപ്പിച്ചതെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ബിക്കോസ് US-ന്റെ ആംഗിളിൽ അവർ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ, മീൻസ് US-ന്റെ ആംഗിൾ എന്ന് പറയുന്നത് എസ്പെഷ്യലി ട്രംപിന്റെ ആംഗിളിൽ, അദ്ദേഹത്തിന്റെ ഒരു ആംഗിളിൽ ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് യൂഷ്വലി ഈ പറഞ്ഞ പോലെ എന്താ പറയുക, നോർമൽ സംഭവമാണ്. ഈ പറഞ്ഞ പോലെ ഒരു എക്കണോമി അല്ലെങ്കിൽ ഒരു ലോകം ഡെവലപ്ഡ് ആകുന്നതിനനുസരിച്ച് ഇവിടെ ഉണ്ടാകുന്ന ഒരു കമ്പോണന്റ് ആണ് ക്ലൈമറ്റ് ചേഞ്ച്. അതിനെതിരായിട്ടൊന്നും വലിയ കൂടുതൽ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല. ഇങ്ങനെ ഒരു നിലപാടാണ് പൊതുവിൽ ട്രംപ് എടുക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് അന്ന് അദ്ദേഹം ഈ ഒരു പാരീസ് ക്ലൈമറ്റ് ചേഞ്ച് അഗ്രിമെന്റ് വന്നതിന് ശേഷം ഈ പറഞ്ഞ പോലെ അദ്ദേഹം അധികാരത്തിലേക്ക് വരുന്നത്. ആ ടൈമിൽ 2016 തന്നെ ഇദ്ദേഹം ഈ പറഞ്ഞ പോലെ ഈ ഒരു പാരീസ് ക്ലൈമറ്റിൽ നിന്നും ഒഴിവാകാനായിട്ട് തീരുമാനമൊക്കെ എടുത്തതാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് കാലയളവിൽ തന്നെ. പക്ഷേ അന്ന് US-ന് പുറത്തേക്ക് പോകാൻ പറ്റാതിരുന്നത് ഈ പാരീസ് ക്ലൈമറ്റ് ചേഞ്ച് എഗ്രിമെന്റിനകത്തെ ഒരു പ്രധാനപ്പെട്ട റൂളാണ്. ബിക്കോസ് ഈ റൂളിനകത്ത് പറയുന്നുണ്ട്, ഏതെങ്കിലും രാജ്യം ഇത് സൈൻ ചെയ്ത് റാറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 3 വർഷത്തെ ടൈം പീരീഡ് എടുക്കണം ഇവർക്ക് പുറത്തു പോകണമെങ്കിൽ. അല്ലാതെ ഇന്ന് പോവുകയാണ് എന്ന് പറഞ്ഞാൽ നാളെ തൊട്ട് ഇവർക്ക് പുറത്തു പോകാൻ പറ്റത്തില്ല. 3 വർഷത്തെ ടൈം ഗ്യാപ്പ് എടുക്കണം. സോ അങ്ങനെ ആ ടൈം ഗ്യാപ്പ് 2017 അദ്ദേഹം പുറത്തേക്ക്, മീൻസ് US പുറത്തേക്ക് പോകുന്നു എന്നുള്ള നിലപാടെടുക്കുന്നു. 3 വർഷം വെയിറ്റ് ചെയ്തു. 3 വർഷം വെയിറ്റ് ചെയ്ത് 2020 അന്നേരത്തേക്കും ട്രംപിന്റെ ഫസ്റ്റ് കാലയളവ് കഴിയാറായിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു പാൻഡമിക്കിന്റെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ടൈമിൽ. അങ്ങനെയാണ് ആ ഫസ്റ്റ് ട്രംപിന്റെ സർക്കാർ കാലഘട്ടത്തിൽ ഇവർക്ക് പുറത്തേക്ക് പോകാൻ പറ്റാതെ വന്നത്. ഇന്നിപ്പോൾ വീണ്ടും അത് വന്നിരിക്കുകയാണ്. മീൻസ് പറഞ്ഞ 3 ഇയറും ഗ്യാപ്പും എല്ലാം കഴിഞ്ഞു. സോ ഇനി വേണമെങ്കിൽ സ്മൂത്ത് ആയിട്ട് പറഞ്ഞാൽ US-ന് പാരീസ് ക്ലൈമറ്റ് അഗ്രിമെന്റ് നിന്നും പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കും. പക്ഷേ പ്രധാനമായിട്ട് പറഞ്ഞത് അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ വൈ ഡിഡ് ദ US ലീവ് ദ പാരീസ് അഗ്രിമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ 2016 ഡൊണാൾഡ് ട്രംപിന്റെ ക്യാമ്പയിനിനകത്ത് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പാരീസ് അഗ്രിമെന്റ് US-ന് അൺഫെയർ ആണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 2017 അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഇതിൽ നിന്നും പിന്മാറാൻ തീരുമാനമെടുത്തു. പിന്നീട് 3 വർഷത്തെ ഗ്യാപ്പാണ്. ആ 3 വർഷത്തെ ഗ്യാപ്പിൽ പറഞ്ഞതാണ് US could not immediately exceed the Paris Agreement. However, as United Nations rules permitted a country to apply for leaving 3 years after the accord. അതായത് ആ ഒരു എഗ്രിമെന്റ് നിലവിൽ വന്ന് 3 വർഷത്തിന് ശേഷം മാത്രമേ പുറത്തേക്ക് പോകാനായിട്ട് പാടുള്ളൂ. ഈ എഗ്രിമെന്റ് നിലവിൽ വന്ന് 2014 എൻ്റർ ഇൻ ടു ഫോഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 3 വർഷം എന്ന് പറയുമ്പോഴേക്കും 2019 ശേഷം മാത്രമേ രാജ്യങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് പറ്റുള്ളായിരുന്നു. അത് കഴിഞ്ഞു. അത് ഈ പറഞ്ഞ 2020 ഇപ്പം കഴിഞ്ഞു. ഇപ്പം നിലവിൽ അത് US-ന് വേണമെങ്കിൽ പുറത്തു പോകാൻ പറ്റുന്ന ഒരു കാലയളവാണ്. ഇനി നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് പറഞ്ഞാൽ ഇത്തരത്തിൽ US പിന്മാറുന്നത് എങ്ങനെയൊക്കെയാണ്, ക്രിറ്റിസിസം എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു കോമൺ റെസ്പോൺസിബിലിറ്റി ആണ്. ബിക്കോസ് ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ പോരാടുക എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളുടെ ഉത്തരവാദിത്വം. ഓക്കെ, അവിടെ ഈ പറഞ്ഞ പോലെ ഒരിക്കലും US-ന് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. ബിക്കോസ് US എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട സെക്കൻഡ് മോസ്റ്റ് എമിറ്റർ ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ പറഞ്ഞ പോലെ ക്ലൈമറ്റ് ഈ പറഞ്ഞ പൊല്യൂട്ട് ചെയ്യുന്ന സെക്കൻഡ് മോസ്റ്റ് എമിറ്റർ ആണ് ഏകദേശം പറയുവാണ് US. അപ്പൊ അങ്ങനെ എത്രത്തോളം അറ്റ്മോസ്ഫിയറിനെ പൊല്യൂട്ട് ചെയ്യുന്ന US-ന്റെ ഒരു പിന്മാറ്റം നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. അവിടെ റെസ്പോൺസിബിലിറ്റി അവർക്ക് ഒഴിഞ്ഞു മാറാൻ
പിന്മാറാനായിട്ട് സാധിക്കത്തില്ല. പിന്നെ ഇത് മാത്രമല്ല, US പോലെയുള്ള പ്രധാനപ്പെട്ട ഒരു രാജ്യം ഇങ്ങനെ പിന്മാറുന്നത് ഇറ്റ് വിൽ ക്രിയേറ്റ് ഡൊമിനോ എഫക്ട് ഉണ്ടാക്കും. ബിക്കോസ് മറ്റു പല രാജ്യങ്ങളും ഇതിൽ നിന്ന് പിന്മാറാനായിട്ടുള്ള സാധ്യത ഉണ്ടാക്കും. കാരണം ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ പോരാടുക എന്ന് പറയുന്ന ചെറിയൊരു സംഭവമല്ല. ബിക്കോസ് ഇറ്റ് വിൽ നീഡ് ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി. കാരണം എക്സിസ്റ്റിംഗ് ആയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന ടെക്നോളജിയും എല്ലാം തന്നെ മാറ്റി കുറച്ചുകൂടെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടെക്നോളജി അല്ലെങ്കിൽ ലീസ്റ്റ് പൊല്യൂട്ടിംഗ് ആയിട്ടുള്ള ടെക്നോളജീസ് ഒക്കെ ഉപയോഗിക്കേണ്ടി വരും ആ രാജ്യങ്ങൾക്ക്. അപ്പൊ അത് ഒരുപാട് ഫണ്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. സോ അതുകൊണ്ട് ഈ പറഞ്ഞ US പോലുള്ള പ്രധാനപ്പെട്ട രാജ്യം ഇതിൽ നിന്ന് പിന്മാറി. പിന്നെ ഞങ്ങൾക്ക് എന്തുകൊണ്ട് പിന്മാറിക്കൂടാ എന്നുള്ള ചിന്ത മിക്ക രാജ്യങ്ങളിലും വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി നമ്മൾ എന്തായിരുന്നോ ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ ഈ പാരീസ് ക്ലൈമറ്റ് ചേഞ്ച് അഗ്രിമെന്റ് സൈൻ ചെയ്തത്, ആ ഒരു ലക്ഷ്യം നിറവേറ്റാതെ പോകുന്ന ഒരു സിറ്റുവേഷനും ഉണ്ടാകാം എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വലിയൊരു ഇമ്പാക്ട് US-ന്റെ ഈ നീക്കത്തിലൂടെ വന്നേക്കാം എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിൾ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. എക്സാമിന് വ്യൂ പോയിന്റിൽ പാരീസ് ക്ലൈമറ്റ് ചേഞ്ച് അഗ്രിമെന്റ് എന്നാണ് നിലവിൽ വന്ന കാര്യം ഓർക്കണം. ഇന്ത്യ അത് സൈൻ ചെയ്യുകയും റാറ്റിഫൈ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് വരാൻ ഇടയാക്കിയത് COP21 കോൺഫറൻസ് ഓഫ് പാർട്ടി മീറ്റിംഗ് 21 കാര്യം ഓർക്കുക. പാരീസിൽ വെച്ച് നടന്ന ആ ഒരു കോൺഫറൻസ് വെച്ചിട്ടാണ് ഈ ഒരു അഗ്രിമെന്റ് വന്നത്. ഇതിനകത്ത് 1.5 ഡിഗ്രി സെൽഷ്യസിലേക്കെങ്കിലും ഈ പറഞ്ഞ പോലെ ടെമ്പറേച്ചർ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കണം. അത് കഴിവതും ഈ പറഞ്ഞ 2 അച്ചീവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അറ്റ്ലീസ്റ്റ് 1.5 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും പ്രീ ഇൻഡസ്ട്രിയൽ ലെവലിനെ അപേക്ഷിച്ച് കുറയ്ക്കാനായിട്ട് സാധിച്ചിരിക്കണം. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് പഠിക്കാനായിട്ടുള്ളത്. ഇനി ആ മൂന്നാമത്തെ ആർട്ടിക്കിളാണ് ട്രംപ് ഡിക്ലെയർസ് എൻഡ് ടു US സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ഇത് US സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അല്ല. ബട്ട് കുറച്ചൊന്ന് അറിഞ്ഞിരുന്നേക്കാം. ഓക്കെ, ബിക്കോസ് വേറെ ഒന്നുമല്ല, നമുക്കൊന്ന് കമ്പാരിസൺ വേണമെങ്കിൽ ഇന്ത്യയുടെയും US-ന്റെ സിറ്റിസൺഷിപ്പിന്റെ കമ്പാരിസണിനായിട്ട് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഈ ഒരു ആർട്ടിക്കിൾ വെച്ചിരിക്കുന്നത്. അപ്പൊ നിലവിൽ ഞാൻ തുടക്കത്തിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, US-ലെ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് 3 രീതിയിലാണ് ഈ പറഞ്ഞ പോലെ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാൻ സാധിക്കുന്നത്. US സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത് അക്വയർ ചെയ്യാൻ സാധിക്കും, ഒന്നാമത്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US സിറ്റിസൺസ്. ഓക്കെ, ഇപ്പം A ആൻഡ് B എന്ന് പറയുന്ന 2 US സിറ്റിസൺസ് ആയിരുന്നു വിചാരിക്കാം. ഇവര് ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ഇവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വേറൊരു വിദേശ രാജ്യത്തേക്ക് പോയെന്ന് വിചാരിക്കും. ഓക്കെ, ഈ രണ്ടുപേര് വേറൊരു വിദേശ രാജ്യത്തേക്ക് പോയി. അപ്പൊ ആ വിദേശ രാജ്യം സിയിലാണ് നിലവിൽ ഇവർ രണ്ടുപേരും ഉള്ളത്. ആ രാജ്യത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കുമാണ് ഇവർക്ക് കുട്ടി ഉണ്ടാകുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, എങ്കിൽ ഈ പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക്കലി ഇപ്പം നിലവിൽ അവർ വിദേശത്താന്ന് പറഞ്ഞാലും Aയും Bയും US സിറ്റിസൺ തന്നെയാണ്. ബട്ട് ആ പുറത്ത് നിന്നപ്പോഴേക്കാണ് വേറൊരു രാജ്യത്ത് നിന്നപ്പോഴാണ് കുട്ടി ഉണ്ടാകുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഉണ്ടാകുന്ന കുട്ടിക്ക് ഈ പറഞ്ഞ പോലെ US സിറ്റിസൺഷിപ്പ് നേടാൻ സാധിക്കും. ബിക്കോസ് അവരുടെ പേരൻസ് രണ്ടുപേരും US സിറ്റിസൺ ആയതുകൊണ്ട് തന്നെ. സോ അതാണ് എബ്രോഡിൽ ജനിക്കുന്ന വഴി ഈ പറഞ്ഞ US സിറ്റിസൺഷിപ്പ് നമുക്ക് അക്വയർ ചെയ്യാൻ സാധിക്കും. ദെൻ മൂന്നാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് ബൈ നാച്ചുറലൈസേഷൻ ആണ്. അത് അവിടുത്തെ ഗവൺമെന്റ് കൊടുക്കുന്നതാണ് ആ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്. അതായത് ഈ പറഞ്ഞ ഇത്ര വർഷം ഇത്ര നാളത്തേക്ക് കോൺട്രിബ്യൂഷൻ യുഎസിന് ഈ പറഞ്ഞ US രാജ്യത്തിന് ഇത്ര കോൺട്രിബ്യൂഷൻസ് ഒക്കെ ചെയ്ത ആളാണെങ്കിൽ അത് പരിഗണിച്ച് ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് വേണമെങ്കിൽ കൊടുക്കാൻ സാധിക്കും. അപ്പൊ ഈ 3 രീതിയിലാണ് US സിറ്റിസൺഷിപ്പ് നമുക്ക് നേടാൻ സാധിക്കുന്നത്. അപ്പൊ അത്ര എളുപ്പമല്ല ശരിക്കും പറഞ്ഞാൽ US സിറ്റിസൺഷിപ്പ് നേടുക എന്നുള്ളത്. പക്ഷേ ഇതിനകത്തൊരു എന്താ പറയുക, ഒരു ലൂപ്പ് ഹോൾ കിടപ്പുണ്ട്. പലപ്പോഴും പല ആളുകളും ആ ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചിട്ടാണ് US-ന്റെ സിറ്റിസൺഷിപ്പ് പലപ്പോഴും അക്യൂർ ചെയ്യാറുണ്ട്. എസ്പെഷ്യലി ഇപ്പം ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ഒരുപാട് പേര് ആ രീതിയിൽ US സിറ്റിസൺഷിപ്പ് അക്യൂർ ചെയ്തിട്ടൊക്കെയുണ്ട്. അതാണ് ഈ ബൈ ബർത്ത് എന്ന് പറയുന്ന ഫിനോമിനൻ. ഓക്കെ, ബൈ ബർത്ത്, അതായത് ബൈ ബർത്ത് എന്നുള്ളൊരു കണ്ടീഷനെ പറഞ്ഞുള്ളൂ. കുട്ടി ഈ പറഞ്ഞ പോലെ US-ന്റെ മണ്ണിലാണ് ജനിച്ചതെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ കുട്ടിക്ക് ഈ പറഞ്ഞ US സിറ്റിസൺഷിപ്പ് കിട്ടാൻ സാധിക്കും, ഇറസ്പെക്റ്റീവ് ഓഫ് ദ നാഷണാലിറ്റി ഓഫ് ഹിസ് ഓർ ഹെർ പേരൻസ് നാഷണാലിറ്റി. ആ കുട്ടിയുടെ അച്ഛന്റെയോ അമ്മയുടെയോ നാഷണാലിറ്റി പരിഗണിക്കാതെ ആ കുട്ടി ജനിച്ചത് അമേരിക്കയിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കുട്ടിക്ക് അമേരിക്ക സിറ്റിസൺഷിപ്പ് കിട്ടാൻ സാധിക്കും. ഒരു ഉദാഹരണം പറയുവാണ്, ഇപ്പൊ ഇന്ത്യയിലൊക്കെയാണ് നമ്മൾ ഒരുപാടധികം ആളുകൾ ടൂറിസ്റ്റ് വിസ എന്ന് വിചാരിച്ചു. ടൂറിസ്റ്റ് എന്ന് പറയുമ്പോൾ 6 മാസത്തേക്കുള്ള വിസ കിട്ടും. അപ്പൊ 2 പേരൻസ് ഈ പറഞ്ഞ പോലെ ടൂറിസ്റ്റ് വിസ എടുത്ത് അമേരിക്കയിൽ ചെന്നു. അപ്പോൾ അവിടെ ചെന്ന് ആ ഒരു ടൈം പീരീഡിലാണ് ടൂറിസ്റ്റ് വിസ 6 മാസം, അതായത് ഇന്നാണ് പുറപ്പെടുന്നതെങ്കിൽ ഇന്ന് തൊട്ട് 6 മാസത്തിനുള്ളിൽ നമുക്ക് US-ൽ നിൽക്കാൻ സാധിക്കും. അതാണ് ആ വിസ, മീൻസ് 6 മന്ത് വിസ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ നിൽക്കുന്ന ആ ഒരു ടൈം പീരീഡിലാണ് അവിടെ ആ പേരൻസിന് ഈ പറഞ്ഞ കുട്ടിക്ക് ജന്മം നൽകുന്നു വിചാരിച്ചു. അമേരിക്കൻ ഹോസ്പിറ്റലിൽ ജന്മം നൽകുന്നു. അപ്പോൾ ആ കുട്ടിയുടെ ഈ പറഞ്ഞ പോലെ അമേരിക്കൻ ഹോസ്പിറ്റലിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ആ കുട്ടിക്ക് ഈ പറഞ്ഞ പോലെ ഏത് സിറ്റിസൺഷിപ്പ് കിട്ടാൻ സാധിക്കും? അമേരിക്കൻ സിറ്റിസൺഷിപ്പ് കിട്ടാൻ സാധിക്കും. അവിടെ പേരന്റ് അമേരിക്കൻ ആണോ എന്ന് നോക്കുന്നില്ല. കുട്ടി ജനിച്ചത് അമേരിക്കയിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കുട്ടിക്ക് അമേരിക്കൻ സിറ്റിസൺ കിട്ടാൻ സാധിക്കും. ഇനി ഇതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടിക്ക് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് കിട്ടി. അപ്പൊ ഒബ്വിയസ്ലി ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ഏതായാലും തന്നെ കുട്ടിക്ക് കഴിയാൻ പറ്റത്തില്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഡിപ്പെൻഡൻസ് ആയിട്ടുള്ളവർക്ക്, അതായത് പേരൻസ് ഡിപ്പെൻഡൻസിന് ഈ പറഞ്ഞ പോലെ അമേരിക്കൻ സിറ്റിസൺഷിപ്പ് നേടിയെടുക്കാൻ സാധിക്കും. നമുക്ക് കേസും കാര്യങ്ങളും കോടതിയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിറ്റിസൺഷിപ്പ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇവിടുന്ന് പോയ ആ ഒരു ടൂറിസ്റ്റ് വിസയിൽ പോയ 2 വ്യക്തികൾക്കും, പേരൻസ് 2 പേർക്കും ഈ പറഞ്ഞ പോലെ US സിറ്റിസൺഷിപ്പ് അക്വയർ
അക്യൂർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊരു ചെറിയൊരു ലൂപ്പ് ഹോൾ പോലെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു ലൂപ്പ് ഹോൾ തിരിച്ചറിഞ്ഞ് ഒരുപാട് പേര് ഇത്തരത്തിൽ ഈ രീതിയിൽ അമേരിക്കൻ സിറ്റിസൺഷിപ്പ് നേടിയെടുത്തിട്ടുണ്ട്. മറ്റതല്ലെങ്കിൽ പൊതുവായിട്ട് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് കിട്ടുക എന്ന് പറയുന്നത് വളരെ വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞ് ഈ രീതിയിൽ ഒരുപാട് പേര് ഇപ്പോൾ റീസെന്റ് അമേരിക്കയിലെ സിറ്റിസൺഷിപ്പ് നേടിയെടുക്കുന്നുണ്ട്. ഇതിനെതിരായിട്ടാണ് ഇപ്പോൾ ട്രംപ് വന്നിരിക്കുന്നു. ട്രംപിന്റെ നിലവിലെ നിലപാട് പ്രകാരം ഇത്തരത്തിൽ ഇനി മുതൽ അവിടെ ബർത്ത് സിറ്റിസൺഷിപ്പ് കൊടുക്കത്തില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ടൂറിസം പർപ്പസിനോ മീൻസ് ഈ പറഞ്ഞ പോലെ മറ്റൊരു രാജ്യത്ത് നിന്ന് വന്ന് താമസിക്കുന്ന ഒരാൾക്ക് അവിടെ കുട്ടി ജനിക്കുവാണെങ്കിൽ ബർത്തിലൂടെ സിറ്റിസൺഷിപ്പ് കിട്ടുന്ന ആ ഒരു നീക്കം അല്ലെങ്കിൽ ആ ഒരു നിയമത്തിനെ പരിഷ്കരിക്കാൻ പോകുന്നു. ഇനി മുതൽ അങ്ങനെ കിട്ടാൻ പറ്റത്തില്ല. നോർമലി അമേരിക്കൻ സിറ്റിസൺസ് ആയിരിക്കണം, അവർക്കായിരിക്കണം കുട്ടി അവിടെ ജനിക്കേണ്ടത്. അപ്പം പേരൻസ് അമേരിക്കൻ സിറ്റിസൺസ് ആണെങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ടേക്ക് ബൈ ബർത്ത് ആണെങ്കിൽ പോലും കുട്ടിക്ക് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് കിട്ടാൻ പറ്റുകയുള്ളൂ എന്നുള്ള നിലയിലേക്ക് വരികയാണ്. അതാണ് ഇപ്പോൾ ഈ ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത്. Trump signed an executive order cancelling the provision of citizenship by birth, which could directly affect thousands of Indian professionals working in US under H-1B visa and other temporary visa who hope to raise their families there. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്രൊവിഷൻസ് ഈ പറഞ്ഞ പോലെ എടുത്തു മാറ്റുന്നു എന്നുള്ള രീതിയിലേക്ക് വാർത്തകൾ വന്നിട്ടുള്ളത്. സോ എനിവേ അത് ആ ഒരു പ്രൊവിഷൻ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. മെയിൻലി ഈ പറഞ്ഞ പോലെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടല്ല, മീൻസ് ഇന്ത്യക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഇതിനകത്ത് ഒരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഏതൊക്കെ രീതിയിൽ നമുക്ക് അക്യൂർ ചെയ്യാം. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നമുക്ക് അക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് ബൈ ബർത്ത് തന്നെയാണ്. ബർത്ത് അക്യൂർ ചെയ്യാം. രണ്ട് ഈ പറഞ്ഞ പോലെ ബൈ ഡിസെന്റ്. ഓക്കെ, ബൈ ഡിസെന്റ് ഈ പറഞ്ഞ നമുക്ക് അക്യൂർ ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ പോയിന്റ് ഈ പറഞ്ഞ പോലെ ബൈ രജിസ്ട്രേഷൻ നമുക്ക് അക്യൂർ ചെയ്യാം. നാലാമത്തെ ഈ പറഞ്ഞ പോലെ നാച്ചുറലൈസേഷൻ. ഇത് ഓരോന്നും നമ്മൾ പൊളിറ്റിയിൽ പഠിക്കുന്നതാണ്. ബൈ നാച്ചുറലൈസേഷൻ അക്യൂർ ചെയ്യാം. അതുപോലെ അഞ്ചാമത്തെ ഈ പറഞ്ഞ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. അങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട രീതിയിലാണ് നമുക്ക് ഒരു ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അക്യൂർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഒരു വ്യത്യാസമായിട്ട് ഓർത്തിരിക്കേണ്ട, അമേരിക്കയിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യമാണ്, അമേരിക്കൻ പ്രസിഡന്റ് ആകണമെങ്കിൽ ബൈ ബർത്ത് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് കിട്ടുന്ന ഒരു വ്യക്തിക്ക് അമേരിക്കയിലെ പ്രസിഡന്റ്ഷിപ്പ് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ ഇത്രയും പോയിന്റ് കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കാം. So then last article ആണ് DRDO conducts കീ ടെസ്റ്റ് ഇൻ സ്ക്രാംജെറ്റ് ടെക്നോളജി ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് DRDO നമ്മുടെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 ടെക്നോളജിയുമായിട്ട് സയൻസ് ആൻഡ് ടെക്നോളജിക്കകത്ത് പ്രധാനപ്പെട്ട രണ്ട് ഏരിയസ് ആണ് ISROയുടെ എക്സ്പെരിമെന്റ്സും അതുപോലെ DRDOയുടെ എക്സ്പെരിമെന്റ്സും. DRDO എന്ന് പറഞ്ഞാൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് വന്നിരിക്കുകയാണ് സ്ക്രാംജെറ്റ് ടെക്നോളജിയുടെ ടെസ്റ്റ് പ്രധാനമായിട്ട് നടത്തുന്നു. അപ്പോൾ ഇതിനകത്ത് എക്സാമിനേറ്റ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് സ്ക്രാംജെറ്റ് ടെക്നോളജി എന്നുള്ളതാണ്. സോ സ്ക്രാംജെറ്റ് എഞ്ചിൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് പ്രൊപ്പൽഷൻ ദാറ്റ് അലൗസ് എഞ്ചിൻ ടു ഓപ്പറേറ്റ് എഫിഷ്യന്റ്ലി അറ്റ് ഹൈപ്പർസോണിക് സ്പീഡ്. അതായത് ഹൈപ്പർസോണിക് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റർ ദാൻ മാക് 5 ആണ്. മാക് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ടൈംസ് സ്പീഡ് ഓഫ് സൗണ്ട് ആണ്. ഇപ്പൊ മാക് എന്ന് പറയുന്ന സ്പീഡ് ഓഫ് സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട റിലേഷൻഷിപ്പ് ആണ് പറയുന്നത്. മാക് 5 എന്ന് പറഞ്ഞാൽ ശബ്ദത്തിന്റെ വേഗതയേക്കാൾ 5 മടങ്ങ് കൂടുതൽ നമ്മൾ സഞ്ചരിക്കുന്നു. അപ്പോൾ ആ ഫാസ്റ്റർ സഞ്ചരിക്കുന്ന സ്പീഡിനെയാണ് ഹൈപ്പർസോണിക് സ്പീഡ് എന്ന് പറയുന്നത്. ആ ഒരു സ്പീഡ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജിയുടെ പറയുന്നവരാണ് ആ എഞ്ചിൻ ടെക്നോളജിയുടെ പേരാണ് സ്ക്രാംജെറ്റ് എഞ്ചിൻ ടെക്നോളജി. ഇവിടെ ഈ ഇത്തരത്തിലുള്ള ഹൈ സ്പീഡ് അക്യൂർ ചെയ്യാൻ സഹായിക്കുന്ന വേറൊന്നുമല്ല, ട്രഡീഷണൽ ജെറ്റ് എഞ്ചിനെ സംബന്ധിച്ച് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ സ്ക്രാംജെറ്റുകൾ ഈ പറഞ്ഞ പോലെ ഓക്സിജൻ ക്യാരി ചെയ്യത്തില്ല. ഓക്കെ, നോർമലി ഈ പറഞ്ഞ പോലെ ഫ്യൂവൽ ബേൺ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ട്രഡീഷണൽ ജെറ്റ് എഞ്ചിൻസ് ഈ പറഞ്ഞ പോലെ അവയ്ക്ക് ഈ പറഞ്ഞ പോലെ ഓക്സിജനും കൂടെ ക്യാരി ചെയ്തത്, അതുകൊണ്ട് തന്നെ വാഹനത്തിന് വെയിറ്റ് കൂടുതലായിരിക്കും. ഇവിടെ ഈ പറഞ്ഞ ഓക്സിജൻ ക്യാരി ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ലൈറ്റ് വെയിറ്റ് ആണ്, അതുകൊണ്ടാണ് ഇത്രയും സ്പീഡിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നത്. ഇൻസ്റ്റന്റ് ദേ യൂസ് ദ ഓക്സിജൻ ഫ്രം ദ അറ്റ്മോസ്ഫിയർ ടു ബേൺ ഫ്യൂർ. അവർ പോകുന്ന വേളയിൽ ആ അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള ഓക്സിജൻ ആണ് ഉപയോഗിക്കുന്നത് ഫ്യൂൽ ബേൺ ചെയ്യാനായിട്ട്, മേക്കിംഗ് ദം ലൈറ്റർ ആൻഡ് പൊട്ടൻഷ്യലി മോർ എഫിഷ്യന്റ് ഫോർ ഹൈ സ്പീഡ് ട്രാവലിനൊക്കെ തന്നെയാണെങ്കിലും സഹായിക്കുന്ന ഈ ഒരു ടെക്നോളജി മൂലമാണ്. പക്ഷെ ഇത് ടെക്നോളജി നമ്മൾ പറയുന്നത് അത്ര എളുപ്പമല്ല, ഇറ്റ്സ് ഡിഫിക്കൽട്ട് ആണ് ഇത് ഒബ്റ്റെയിൻ ചെയ്തെടുക്കാനായിട്ട്. സോ ആ ഒരു മേഖലയിലേക്ക് നമ്മൾ ടെസ്റ്റുകൾ നടത്തുന്നു. അപ്പോൾ ഓർത്തിരിക്കുക, എക്സാം വ്യൂ പോയിന്റിൽ ഓർത്തിരിക്കേണ്ടത് ഇത് ഈ പറഞ്ഞ പോലെ ഹൈപ്പർസോണിക് സ്പീഡുകളിൽ ഫാസ്റ്റർ ദാൻ മാക് 5 സഞ്ചരിക്കാൻ സാധിക്കുന്ന എഞ്ചിൻ ടെക്നോളജിയാണ് സ്ക്രാംജെറ്റ് എഞ്ചിൻ ടെക്നോളജി. ഇവിടെ ആ ഒരു എഞ്ചിൻ ടെക്നോളജി ഉള്ള എക്യുപ്മെന്റ്സ് ഇപ്പോൾ മിസൈൽ ആകാം അല്ലെങ്കിൽ റോക്കറ്റ്സ് ആകാം, ഇവയെ ഓക്സിജൻ ക്യാരി ചെയ്തില്ല. മൂവ് ചെയ്യുന്ന വേളയിൽ അറ്റ്മോസ്ഫിയറിലെ ഓക്സിജൻ ഉപയോഗിച്ചിട്ടാണ് ഫ്യൂൽ ബേൺ ചെയ്യുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് ഓർത്തിരിക്കുകയാണ്, റീസെന്റ് വാർത്തയിൽ ഉണ്ടായിരുന്നതാണ് ISRO ഈ പറഞ്ഞ പോലെ ഡൊമസ്റ്റിക്കലി നമ്മളൊരു ഇത്തരത്തിൽ സ്ക്രാംജെറ്റ് എഞ്ചിൻ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്യൂൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് കോൾഡ് ഐറോസിൻ. ഓക്കെ, അപ്പൊ ഐറോസിൻ എന്താ വെച്ചാൽ ഡൊമസ്റ്റിക്കലി ഡെവലപ്ഡ് ഫ്യൂൽ ദാറ്റ് ISRO plans to use for its scramjet engine ആണ്. By using the homegrown fuel, ISRO aims to reduce dependence on imported fuels and enhance self-reliance in the hypersonic domain. നിലവിൽ നമ്മൾ ഇങ്ങനെയുള്ള ഫ്യൂലുകളൊക്കെ പുറത്ത് ഇമ്പോർട്ട് ചെയ്ത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ മേഖലയിൽ നമ്മുടെ സ്വന്തമായിട്ടുള്ള ഹോം ഗ്രോൺ ആയിട്ടുള്ള ഫ്യൂലാണ് ഐറോസിൻ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. എക്സ്ട്രാ പോയിന്റ് ആയിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഇത്രയാണ് ഇന്നത്തെ DNL നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ഇത് നമ്മുടെ ഒരു MCQ ആണ്, പാരീസ് അഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട് 2 സ്റ്റേറ്റ്മെന്റ് MCQ ആണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ കൃത്യമായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.